السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. ഖസീദത്തുൽ ബുർദയിലെ 82ാമത്തെ വരിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്നാ ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യാനമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ ലഭിക്കുന്ന വഹയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇമാം ബൂസരി ഓർമ്മപ്പെടുത്തുന്നത്. അമ്പിയാക്കളുടെ സ്വപ്നം വഹയാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ വരിയിലൂടെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലാ തുൻകിരിൽ വഹയ, വഹയിനെ അഥവാ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിനെ, അറിയിപ്പിനെ നീ ഒരിക്കലും അവഗണിക്കണ്ട, ഒരിക്കലും നിഷേധിക്കണ്ട. മിൻ റുയാഹു, അവിടുത്തെ കിനാവിലൂടെ സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന വഹയിനെ നീ ഒരിക്കലും നിഷേധിക്കണ്ട. കാരണം എന്താണ്? ഇന്നലഹു ഖൽബൻ, തീർച്ചയായിട്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഹൃദയമുണ്ട്. ഇദാ നാമത്തിൽ ഐനാനി, രണ്ട് കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ ഹൃദയം ഉറങ്ങുന്നില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം 24 മണിക്കൂറും ആശയവിനിമയത്തിന് സജ്ജമായി അള്ളാഹുമായി ബന്ധപ്പെടുന്ന നിർദ്ദേശങ്ങളും അറിവുകളും ശേഖരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുമായുള്ള മുനാജാത്തിന് വേണ്ടി സുസജ്ജമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മനുഷ്യന്റെ കണ്ണുകൾ, പഞ്ചേന്ദ്രിയങ്ങളിൽ സുപ്രധാനമായ ഒരു സംഗതിയാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. നമുക്ക് വിവരം ശേഖരിക്കാൻ, ഹൃദയത്തിലേക്ക് വിവരം കൈമാറാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. പക്ഷേ പലപ്പോഴും കണ്ണുണ്ടായിട്ടും നമ്മൾ പലതും അറിയുന്നില്ല. നമ്മുടെ മുന്നിലുള്ള പലതിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ണ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിലേക്ക് അതിന് വിവരം കൈമാറാത്തതിനാൽ, ഹൃദയം ആ വിഷയങ്ങളിൽ ഇടപെടാത്തതിനാൽ പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്. ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരനോ മറ്റാർക്കോ ഫോൺ ചെയ്ത് നമ്മൾ അതിൽ വ്യാപൃതനായി പോകുന്ന സമയത്ത് മുന്നിലൊരു കല്ല് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മരക്കഷ്ണം കണ്ടിട്ടുണ്ട്. അതിൽ തട്ടി വീഴുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഉണരുന്നത്. കാരണം നമ്മുടെ കണ്ണതിനെ കണ്ടിട്ടും അതിന്റെ വിവരം ഹൃദയത്തിലേക്ക് നൽകിയില്ല എന്നതാണ് കാരണം. ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം മറ്റൊരർത്ഥത്തിലാണ്. തങ്ങളുടെ കണ്ണ് ശരീരത്തിന്റെ ഭാഗമായി ക്ഷീണം അവസാനിപ്പിക്കാൻ, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉറങ്ങുമ്പോഴും അവിടുത്തെ ഹൃദയം സജ്ജമായിരിക്കുകയാണ്. എല്ലാം അറിയുന്നുണ്ട്, അറിയാനുള്ള ശേഷിയുണ്ട്. പ്രധാനമായും ആ സമയത്ത് അല്ലാഹുമായുള്ള മുനാജാത്തുകൾ നടക്കുന്ന സന്ദർഭങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്: യാ ആയിഷ, എന്റെ കണ്ണുകൾ ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങുന്നില്ല എന്ന്. അമ്പിയാക്കൾക്ക് വഹി ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ പ്രാരംഭഘട്ടത്തിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ അത് വളരെ സുവ്യക്തമായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് വഹി വരുന്നത് മനുഷ്യരൂപം പ്രാപിച്ച മലക്കായിരിക്കും, ആ മലക്ക് കൊണ്ടുവന്നു തരികയായിരിക്കും. അത് വളരെ ലളിതമാണ്. അതേസമയം ചില സന്ദർഭങ്ങളിൽ ജറസ്, മണിയടിക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് വരാറുള്ളത്. അതേപോലെ തന്നെ വഹി വരുന്നതാണ് സ്വപ്നത്തിലൂടെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കണമെന്ന കൽപ്പന വന്നത് സ്വപ്നത്തിലായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹയാണ്, അതിന് യാഥാർത്ഥ്യമുണ്ട്. അതിലൂടെ വരുന്ന നിർദ്ദേശങ്ങൾക്ക് യാഥാർത്ഥ്യമുണ്ട്. അതിൽ വരുന്ന മതനിയമങ്ങൾ അത് നിയമങ്ങൾ തന്നെയാണ്, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പോലെയല്ല. മറ്റുള്ള സ്വപ്നങ്ങൾ അത് ഒരു തെളിവിന് പറ്റുകയില്ല. അത് നമ്മുടെ ദീനിനോട്, ശരീഅത്തിനോട്, നിയമങ്ങളോട് യോജിക്കുമ്പോൾ അതിന് ഒരു നമ്മൾ പഠിച്ച വിഷയങ്ങൾക്ക്, അല്ലെങ്കിൽ ദീൻ നിഷ്കർഷിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ശക്തി പകരും, ഒരു സമാധാനം കിട്ടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്വപ്നം ഒരിക്കലും നമുക്ക് തെളിവല്ല.
അതെ, അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം ഊന്നി പറഞ്ഞത്, ലാ തുൻകിരിൽ വഹയ മിൻ റുഇയാഹു ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനാമിലൂടെ, സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന വഹയിനെ നീ ഒരിക്കലും നിഷേധിക്കണ്ട. കാരണം കണ്ണുറങ്ങിയാലും ഹൃദയമുറങ്ങാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ് അത് യാഥാർത്ഥ്യമാണ്, അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ഈ വരിയുടെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.